വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാ. അപ്പൊ റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. സ്പൈസി ഫുഡ് കുക്കിംഗ് ആൻഡ് ബാക്കി പറയട്ടാ സ്പീസിങ് ചലഞ്ച്. കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് സ്പൈസി ഫുഡ് കുക്ക് ചെയ്യുക. അതിന്റെ ഒപ്പം എന്തായാലും സ്പൈസി ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു തുമ്മല് വരില്ല. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആട്ടോ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണേ. അപ്പൊ ഇച്ചിരി വൈകിപ്പോയി, കാരണം ഏട്ടന് കിട്ടാൻ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു നിവർത്തിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കണം. അപ്പൊ കറക്റ്റ് നമ്മള് അല്ല ഏട്ടാ അപ്പൊ ഏട്ടൻ ഭയങ്കര ബിസി ആയ കാരണം കൊണ്ടാട്ടാ നമ്മള് ലേറ്റ് ആക്കിയ വീഡിയോ. അല്ല ഏട്ടാ യുകെച്ചിനും വാല് പോലെ അല്ല ഏട്ടാന്നുണ്ട് അല്ലെ. അപ്പൊ ചെറിയ നോയ്സ് ഉണ്ടാവട്ടെ, മക്കളവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു നിവർത്തിയില്ല, അവരെ അടക്കിയിരുത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവര് കളിച്ചോട്ടെ, കളിക്കേണ്ട പ്രായമല്ലേ. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് തുമ്മി ഒരുവിധാവാം. നിങ്ങളും എന്റെ ഒപ്പം തുമ്മ ഒടുക്കത്തെ വീഡിയോ ആയി മാറുമോ? ഇല്ല, നമ്മുടെ അടുത്ത് എന്തായാലും റിക്വസ്റ്റ് ചെയ്താലേ എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് പറ്റണ വീഡിയോ ആണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യൂട്ടാ. അപ്പൊ ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാലും രേഷ്മ എന്ന പേരെന്ന് തോന്നുന്നുണ്ട്. അതെ, രേഷ്മ എന്നാണ് ഇനീഷ്യലി, ഞാൻ മറന്നുപോയി. അപ്പോ 3-4 വീഡിയോയ്ക്ക് നമ്മുടെ അടുത്ത് ഇതിന്റെ താഴെ വന്നിട്ട് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ, ഈ വീഡിയോ ചെയ്യാമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാക്ക് എന്തായാലും മുടക്കണില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഗ്യാസ് കത്തിച്ചു കേട്ടാ. അപ്പൊ ഇതിൽ എണ്ണ കുറച്ചുള്ള വേറെ പാക്കറ്റ് ഉണ്ട് കേട്ടാ. പൊട്ടിച്ചു വയ്ക്കാനുള്ള മടി കാരണം കൊണ്ടാണ്. അത് മാത്രല്ല ഇത് ഭയങ്കര ഉപയോഗമുള്ള സംഭവമാട്ടാ. അല്ലേ ഏട്ടാ? പാലാണ്, സോറി, ഇനി അങ്ങനെ ചോദിക്കില്ല കേട്ടോ. അപ്പൊ ഇതിന് കുറച്ചെണ്ണ മാത്രമേ വരുള്ളൂ. അപ്പൊ നല്ല കാര്യമല്ലേ. അപ്പൊ ഞാന് സ്പൈസി ഫുഡ് കുക്കിംഗ് എന്ന് പറയുമ്പോ എല്ലാവരും നൂഡിൽസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൈസി നൂഡിൽസ് വെച്ചിട്ട്. പക്ഷെ വേറെ എന്ത് ചെയ്യാന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു രീതിയിലാണ് ചെയ്യണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് എന്തായാലും വേസ്റ്റ് ആവും, നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ജസ്റ്റ് എണ്ണ ചൂടായിട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് എന്ത് വീഡിയോ ചെയ്യാന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്കൊരു എഗ് ബുർജി പോലെ ഉണ്ടാക്കിയിട്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാനാണ് വെച്ചേക്കണത്. അപ്പൊ ആവശ്യത്തിൽ അതിന് നമുക്ക് മുളക് പൊടി കോരിയിടാം. അല്ലേ ഏട്ടാ? അല്ലേട്ടാ ഇനി പറയില്ല. അത് ഏട്ടൊന്നും മിണ്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി സവോളയും കൂടി ഇടാട്ടോ. സോറി, സവോളയെല്ലാം ഉപ്പിടാട്ടോ. കൂടി പോവും, എല്ലാം കൂടുതലാണ് ഇടുന്നത്, കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മെയിൻ താരത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. മെയിൻ താരം മുളക് പൊടി 2, 3, 4, 5 സ്പൈസി ഫുഡ് കുക്കിംഗ് ആണ്. തുമ്മോ ഇതിപ്പോ മുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ. നല്ല കളറുണ്ട്, കളർഫുൾ ആവട്ടെ നമ്മുടെ ഡിഷ്. ഒരു മുട്ട പൊട്ടിച്ച് വെച്ചാൽ മതിയില്ലേ, വെറുതെ ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ. എന്താ കേട്ടോ, എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയുള്ളൂ. ചെറിയൊരിത് വരുന്നുണ്ടല്ലേ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് റൈസും കൂടി ഇടട്ടെ.
പിന്നെ എന്തായാലും പറ്റില്ല. നല്ല എരിവായിരിക്കും. നമ്മൾ തോന്നിയില്ല. നല്ല കളറായിട്ടുണ്ട്. ഇതൊന്നും വരുന്നില്ല. ഇത് മിക്കവാറും ചീറ്റിപ്പോയി ഇത് വീഡിയോ ആവോ അറിയില്ല. മുളക് പൊടി മതിയോ? ഇനി ഇടണോ? കുറച്ച് കുരുമുളക് പൊടി ഇട്ടല്ലോ. അയ്യോ അല്ല കുരുമുളക്. കുരുമുളക് പൊടിക്കൊക്കെ എന്താ വില? എന്ത് ഡിഷ് കേട്ടാ? എങ്ങനെയുണ്ട് മോളെ? ചുമക്കുണ്ട്, തുമ്മണില്ല അല്ലേ? എക്സ്പീരിയൻസ് തുമ്മല്ല, ചുമക്കുക. എന്തായാലും വായിൽ വയ്ക്കാൻ പറ്റില്ല അല്ലേ? എന്റെ മൂക്ക് കൊളിച്ചു തുടങ്ങിണ്ടോ? മധുരത്തിന് എന്താ? പഞ്ചസാരയുണ്ട്, പഴമുണ്ട്. അയ്യോ ഞാൻ ചമച്ചോണി. എന്നെക്കാട്ടും ഏട്ടനാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്റെ വായിക്ക് എന്ത് കുഴപ്പമുണ്ട്? ഇപ്പൊ കൊറോണ ആവോ? നല്ല തുമ്മലിതാ. കൊറോണയാ? അയ്യോ സെവനപ്പ് കുടിക്കുന്നത് കൊറോണ ഉണ്ടല്ലേ? എന്താ ഇത്രക്കധികം മുളക് പൊടിയല്ലേ? മുളക് പൊടി വേറെ വാങ്ങിച്ചോ. അയ്യോ രണ്ടല്ലേ? വയ്യാണ്ടല്ലേ? പക്ഷെ അത്ര തുമ്മലൊന്നും വന്നില്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കില്ലേ വീഡിയോ ചെയ്യേണ്ടത്? ഏട്ടന് നല്ല തുമ്മലുണ്ട്. ശരിക്കും കുക്കിംഗ് വീഡിയോ ഞാനായിരുന്നു ഏട്ടനായിരുന്നു ചെയ്യേണ്ടത്. ഏട്ടന് നമുക്ക് ടേസ്റ്റ് തന്നെ നല്ല എരിവുണ്ടല്ലോ. തുമ്മലും ചുമയൊന്നും ഇല്ല. ഇനിയിപ്പോ നല്ല മനുഷ്യജീവി ആയിരിക്കില്ലേ? ഏട്ടന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് വിചാരിക്കണം കേട്ടാ. അപ്പൊ ഇങ്ങനെ തന്നെ അപ്പൊ ഇങ്ങനെ തന്നെയാണ് വീഡിയോ റിക്വസ്റ്റ് ചെയ്തതെന്നാണ് എന്റെ വിചാരം. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറയാ. അതേപോലെ തന്നെ എന്ത് കുക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ തരും. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോ നമ്മുടെ ഇവിടെ മലയാളികൾ ആരും ചെയ്തതായിട്ട് കണ്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് എന്ത് ഫുഡാണ് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ മിക്കതും മറ്റേ ഇംഗ്ലീഷുകാർ അവരൊക്കെ ചെയ്യണത് കണ്ടേക്കുന്നത് മിക്ക നൂഡിൽസിന്റെ ആയിരുന്നു. അപ്പൊ നൂഡിൽസ് വേണ്ടാന്ന് വെച്ചിട്ടെങ്കിൽ ആയിരുന്നു. അപ്പൊ വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു.
അതിപ്പോ എന്തായാലും ഇതിപ്പോ CC വീഡിയോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, കാരണം ഈ തുമ്മലും കാര്യങ്ങളൊന്നും അത്ര വന്നില്ലാന്നുള്ളത് എനിക്കത് തോന്നുന്നുണ്ട്. ഏട്ടൻ നല്ല തുമ്മലുണ്ട്. അപ്പൊ ഇനി ഇതുപോലത്തെ ചലഞ്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയട്ടെ, കമന്റ്സിലൂടെ പറയാൻ, ഞങ്ങള് ഏറ്റു വാങ്ങില്ല ഏട്ടാ. ഇനി അങ്ങനെ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറഞ്ഞില്ല, ഷെയറും കൂടി അപ്പൊ അത് നിങ്ങൾ മറക്കണ്ട കേട്ടോ, ഷെയർ ചെയ്തോളൂ കേട്ടാ. അപ്പൊ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാൻ മതി. ബൈ.